ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് ആര്യ. അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പുതിയ കറണ്ട് അഫയേഴ്സ് സെഷനുമായിട്ടാണ് കേട്ടോ. നമുക്കറിയാം കഴിഞ്ഞ ദിവസത്തിലാണ് നമ്മുടെ ഓസ്കാർ അവാർഡ് പ്രഖ്യാപിച്ചത് അല്ലേ. അപ്പോൾ ഇനി വരുന്ന PSC എക്സാമുകളിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇത് ഓസ്കാർ അവാർഡുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ആർക്കൊക്കെയാണ് അവാർഡ് ലഭിച്ചിരിക്കുന്നത്, ഏതൊക്കെ ഇനത്തിനാണ് ലഭിച്ചിരിക്കുന്നത് എന്നൊക്കെ നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ തന്നെ പഠിച്ചു പോവാം. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധയോടുകൂടി തന്നെ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ബിഗ് ഡേ നടക്കുകയാണ്. അപ്പോൾ എല്ലാ കോഴ്സസിനും ഓഫർ ഉണ്ട്. അപ്പോൾ എത്രയും വേഗം തന്നെ എന്ത് ചെയ്യുക, കോഴ്സസ് പർച്ചേസ് ചെയ്യുക. ഇനിയും നമുക്ക് ജോയിൻ ചെയ്യണം, പഠിച്ചു തുടങ്ങണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് അറിയാം ഒരുപാട് എക്സാമുകൾ വരികയാണ് അല്ലേ. അപ്പോൾ എത്രയും വേഗം തന്നെ കോഴ്സസ് ഒക്കെ പർച്ചേസ് ചെയ്യുക. നല്ല ഓഫറുള്ള സമയമാണ് നിങ്ങൾക്ക്. ഇതൊരു മികച്ച അവസരമാണ്. അപ്പോൾ ഓരോ കോഴ്സസിനെ കുറിച്ച് അറിയുവാനും കൂടുതൽ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നമ്മുടെ ബോർഡിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്, ഓസ്കാർ അവാർഡിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ സെഷനിലൂടെ തന്നെ ഓരോ അവാർഡുകളും പഠിച്ചു പോവാം. അപ്പൊ നമുക്ക് ആദ്യത്തെ അവാർഡ് നോക്കാം. അതിനു മുമ്പായി പറയട്ടെ, ഇത് എത്രാമത്തെ ഓസ്കാർ അവാർഡാണ് എന്ന് ചോദിച്ചാൽ എത്രാമത്തെയാണ്, 98ാമത്തെയാണ് എന്ന കാര്യം ഒന്ന് പഠിച്ചു വെച്ചോളൂ കേട്ടോ. എത്രാമത്തെയാണ്, 98ാമത്തെ ഓസ്കാർ അവാർഡാണ് എന്നൊന്ന് ഓർത്തു വെച്ചോളുക. ഇനി നമുക്ക് ഓരോ അവാർഡുകളും കൃത്യമായിട്ട് പഠിച്ചു പോവാം. ആദ്യത്തെ അവാർഡാണ് ഇത്, മികച്ച ചിത്രം. മികച്ച ചിത്രം ഏതാണ്, ഓർത്തിരിക്കുക, വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ ആണ് കേട്ടോ. ഏതാണ്, വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്നതാണ് മികച്ച ചിത്രമായിട്ട് തെരഞ്ഞെടുത്തത്. ഒരു കാര്യം കൂടെ ഓർക്കാം, ഈ ചിത്രത്തിന് 6ഓളം അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട് കേട്ടോ. എത്രയാണ്, 6ഓളം അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട് എന്ന കാര്യം ഓർക്കുക. അപ്പോ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കട്ടെ, മികച്ച ചിത്രമായിട്ട് തെരഞ്ഞെടുത്ത ഏതാണ്, വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ ആണ് എന്ന കാര്യം ഓർക്കുക. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഏതാണ്, മികച്ച നടൻ. പ്രധാനപ്പെട്ട ഒരു കാറ്റഗറിയാണ് മികച്ച നടൻ. അപ്പോ മികച്ച നടനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ആരെയാണ്, മൈക്കൽ ബി ജോർദാൻ. ആരെയാണ്, മൈക്കൽ ബി ജോർദാനെയാണ് മികച്ച നടനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഏത് സിനിമയ്ക്കാണ് ഇദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചത് എന്ന് ചോദിച്ചാൽ പഠിച്ചു വെച്ചോളുക, സിന്നേഴ്സ് എന്ന സിനിമയ്ക്കാണ് കേട്ടോ. ഏതാണ്, സിന്നേഴ്സ് എന്ന സിനിമയ്ക്കാണ് മൈക്കൽ ബി ജോർദാന് അവാർഡ് ലഭിച്ചിരിക്കുന്നത് എന്ന കാര്യം ഒന്ന് ഓർത്തു വെക്കാം. ഇനി നമുക്ക് മികച്ച നടിക്കുള്ള പുരസ്കാരം നോക്കാം. ആർക്കാണ് മികച്ച നടിക്കുള്ള ഓസ്കാർ അവാർഡ് ലഭിച്ചത് എന്ന് ചോദിച്ചാൽ ജെസി ബക്ലിക്കാണ് കേട്ടോ. ആർക്കാണ്, ജെസി ബക്ലിക്കാണ് മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് എന്ന കാര്യം ഓർക്കുക. ഏത് സിനിമയ്ക്കാണ് ലഭിച്ചത് എന്ന് ചോദിച്ചാൽ ഹാംനെറ്റ്. ഓർത്തിരിക്കുക, ഹാംനെറ്റ് എന്ന സിനിമയ്ക്കാണ് ജെസി ബക്ലിക്ക് മികച്ച നടിക്കുള്ള ഓസ്കാർ പുരസ്കാരം ലഭിച്ചത് എന്ന് പഠിക്കുക കേട്ടോ. ഇനി നമുക്ക് നോക്കാം, മികച്ച സംവിധായകൻ. മികച്ച സംവിധായകൻ ആരാണ് എന്ന് ചോദിച്ചാൽ ഓർക്കുക, പോൾ തോമസ് ആൻഡേഴ്സൺ ആണ് കേട്ടോ. ആരാണ്, പോൾ തോമസ് ആൻഡേഴ്സൺ ആണ് മികച്ച സംവിധായകനായി തെരഞ്ഞെടുത്തത്. അത് ഏത് സിനിമയ്ക്കാണ് എന്ന് ചോദിച്ചാൽ ഓർത്തിരിക്കുക, വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്ന സിനിമയ്ക്കാണ് അദ്ദേഹത്തിന് മികച്ച സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചത് എന്നുള്ള കാര്യം ഒന്ന് പഠിച്ചു വെച്ചോളൂ കേട്ടോ. ഇനി നമുക്ക് നോക്കാം, മികച്ച ഒറിജിനൽ സോങ്. ഏതാണ് മികച്ച ഒറിജിനൽ സോങ്, ഓർക്ക, ഗോൾഡൻ ആണ് കേട്ടോ. ഏതാണ്, ഗോൾഡൻ ആണ് മികച്ച ഒറിജിനൽ സോങ് എന്ന് പറയുന്നത്. K-pop Demon Hunters ആണ് കേട്ടോ. K-pop Demon Huntersന്റെ ഏതാണ്, ഏത്, ഗോൾഡൻ എന്ന സോങ് എന്ന കാര്യം കൂടെ ഒന്ന് ഓർത്തു വെച്ചോളുക. ഇനി നമുക്ക് അടുത്ത കാറ്റഗറി നോക്കാം. അടുത്ത കാറ്റഗറിയിലേക്ക് തെരഞ്ഞെടുത്തത് ഏതാണ്, മികച്ച സൗണ്ട് എഫക്ട്സ് ആണ് കേട്ടോ. മികച്ച സൗണ്ട് എഫക്ട്സിന് ഏതാണ് ലഭിച്ചിരിക്കുന്നത്, F1 ആണ് എന്ന് ഓർക്കുക കേട്ടോ. ഏതാണ്, F1നാണ് മികച്ച സൗണ്ട് എഫക്ട്സ് ആയിട്ട് ലഭിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് പഠിക്കാം, മികച്ച ഒറിജിനൽ സ്കോർ. മികച്ച ഒറിജിനൽ സ്കോർ ഏതാണ് എന്ന് ഓർക്കുക, സിന്നേഴ്സിനാണ് ആ അവാർഡ് ലഭിച്ചിരിക്കുന്നത് കേട്ടോ. സിന്നേഴ്സ് എന്ന സിനിമയ്ക്കാണ്. നമ്മൾ പറഞ്ഞു സിന്നേഴ്സ് എന്ന സിനിമയുടെ പ്രത്യേകത എന്താണ്, ഏറ്റവും കൂടുതൽ നോമിനേഷനിൽ പോയ സിനിമയാണ് ഇത് സിന്നേഴ്സ് എന്ന് പറയുന്നത്. ഏകദേശം 16ഓളം നോമിനേഷൻ ലഭിച്ച സിനിമയാണ് ഏത്, സിന്നേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. ജസ്റ്റ് അതൊന്നും കൂടെ ഒന്ന് ഓർത്തു വെച്ചോളുക. അതുപോലെ മികച്ച സഹനടൻ. മികച്ച സഹനടനായിട്ട് തെരഞ്ഞെടുത്തത് ആരെയാണ്, ഓർക്ക, ഷോൺ പെന്നിനെയാണ് മികച്ച സഹനടനായിട്ട് തെരഞ്ഞെടുത്തത് കേട്ടോ. ആരെയാണ്, മികച്ച സഹനടനായിട്ട് തെരഞ്ഞെടുത്ത ആരെയാണ്,
ഷോൺ പെന്നിനെയാണ് എന്ന കാര്യം കൂടെ ഒന്ന് ഓർത്തിരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് മികച്ച സഹനടി ആരാണെന്ന് നോക്കാം. ആരാണ് മികച്ച സഹനടി എന്ന് പറയുന്നത്? ഓർക്കാം, എയ്മി മാഡിഗൺ ആണ് കേട്ടോ. ആരാണ്? എയ്മി മാഡിഗൺ ആണ് മികച്ച സഹനടി എന്ന കാറ്റഗറിയിലേക്ക് തെരഞ്ഞെടുത്തത്. എയ്മി മാഡിഗൺ. അതുപോലെ ഓർക്കാം, മികച്ച വിഷ്വൽ ഇഫക്ട്സ്. മികച്ച വിഷ്വൽ ഇഫക്ട്സ് ഏതാണ്? അത് അവതാർ ഫയർ ആൻഡ് ആഷ് ആണ് എന്ന് കൂടെ പഠിച്ചു വെക്കുക കേട്ടോ. ഏതാണ്? അവതാർ ഫയർ ആൻഡ് ആഷ് ആണ് മികച്ച വിഷ്വൽ ഇഫക്ട്സ് ആയിട്ട് തെരഞ്ഞെടുത്ത സിനിമ എന്ന് പറയും. അതുപോലെ ഛായാഗ്രഹണത്തിൽ ഓസ്കാർ നേടുന്ന ആദ്യ വനിതയായി മാറിയത് ആരാണ്? ഓട്ടം ഡ്യൂറൽഡ് അർക്കോപ്പയാണ് കേട്ടോ. ആരാണ്? ഓട്ടം ഡ്യൂറൽഡ് അർക്കോപ്പയാണ് ഛായാഗ്രഹണത്തിൽ, അതായത് സിനിമോട്ടോഗ്രാഫിയിൽ ഓസ്കാർ നേടുന്ന ആദ്യ വനിതയായി തെരഞ്ഞെടുത്തത് ആരെയാണ്? ഓട്ടം ഡ്യൂറൽഡ് അർക്കോപ്പ. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചോളുക. കുറച്ച് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കാരണം ആദ്യമായിട്ട് ഈ ഒരു കാറ്റഗറിയിൽ അവാർഡ് നേടുന്ന വനിതയാണ് ആര്? ഓട്ടം ഡ്യൂറൽഡ് അർക്കോപ്പ എന്ന് പറയുന്നത്. അതുപോലെ മികച്ച അന്താരാഷ്ട്ര ചിത്രം. മികച്ച അന്താരാഷ്ട്ര ചിത്രം. നമ്മൾ ആദ്യം മികച്ച ചിത്രത്തെ കുറിച്ച് പറഞ്ഞല്ലേ, വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്ന സിനിമയെ കുറിച്ച് പറഞ്ഞു. ഇത് മികച്ച അന്താരാഷ്ട്ര ചിത്രമാണ്. ഏതാണ് മികച്ച അന്താരാഷ്ട്ര ചിത്രം എന്ന് ചോദിച്ചാൽ സെന്റിമെന്റൽ വാല്യൂ ആണ് കേട്ടോ. ഏതാണ്? സെന്റിമെന്റൽ വാല്യൂ ആണ് മികച്ച അന്താരാഷ്ട്ര ചിത്രം എന്ന് പറയുന്നത്. അതൊരു നോർവേ ഫിലിമാണ് എന്ന കാര്യം കൂടെ ഓർത്തിരിക്കുക. അപ്പൊ മികച്ച ചിത്രം അതുപോലെ തന്നെ മികച്ച അന്താരാഷ്ട്ര ചിത്രം, ഈ രണ്ട് സിനിമകളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത്. കൃത്യമായിട്ട് ഓർക്കുക. മികച്ച അന്താരാഷ്ട്ര ചലച്ചിത്രം ഏതാണ്? സെന്റിമെന്റൽ വാല്യൂ ആണ്. അതൊരു നോർവേ ഫിലിമാണ് എന്ന കാര്യം കൂടെ പഠിച്ചു വെച്ചുകൊള്ളുക. അതുപോലെ മികച്ച ആനിമേഷൻ ചിത്രം ഏതാണ് എന്ന കാര്യം കൂടെ പഠിക്കുക. ഏതാണ്? കെ പോപ്പ് ഡെമൺ ഹണ്ടേഴ്സ് ആണ് കേട്ടോ. ഏതാണ്? കെ പോപ്പ് ഡെമൺ ഹണ്ടേഴ്സ് ആണ് മികച്ച ആനിമേഷൻ ചിത്രം എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക കേട്ടോ. ഇതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാൻ ചാൻസ് ഉള്ള ഏരിയ ആണ്. അതുകൊണ്ട് മികച്ച ചിത്രം, മികച്ച ആനിമേഷൻ ചിത്രം, മികച്ച അന്താരാഷ്ട്ര ചിത്രം ഒക്കെ കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെക്കുക. ഇനി നമുക്ക് നോക്കാം മികച്ച ഒറിജിനൽ തിരക്കഥ. മികച്ച ഒറിജിനൽ തിരക്കഥ ആർക്കാണ് ലഭിച്ചത്? റയാൻ കൂഗ്ലറിനാണ് ലഭിച്ചത്. റയാൻ കൂഗ്ലറിന് ലഭിച്ചത് ഏത് സിനിമയ്ക്കാണ് എന്ന് ചോദിച്ചാൽ സിന്നേഴ്സിനാണ് എന്ന കാര്യം കൂടെ പഠിച്ചു വെച്ചോളൂ കേട്ടോ. ഏതാണ് മികച്ച ഒറിജിനൽ തിരക്കഥ? ഏതാണ്? സിന്നേഴ്സിനാണ് ലഭിച്ചത്, റയാൻ ക്ലൂഗറിന്. ഓർക്കുക. അങ്ങനെയാണെങ്കിൽ മികച്ച അഡാപ്റ്റഡ് തിരക്കഥ ഏതാണ്? മികച്ച അഡാപ്റ്റഡ് തിരക്കഥ അത് പോൾ തോമസ് ആൻഡേഴ്സൺ ആണ് ലഭിച്ചത് എന്നുകൂടെ ഓർക്കുക കേട്ടോ. ആർക്കാണ്? പോൾ തോമസ് ആൻഡേഴ്സൺ ആണ് ലഭിച്ചത്. സിനിമ ഏതാണ്? വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. ഏതാണ്? വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്ന സിനിമയ്ക്കാണ് മികച്ച അഡാപ്റ്റഡ് തിരക്കഥയ്ക്കുള്ള അവാർഡ് ലഭിച്ചത്. അപ്പൊ ഇതും എന്ത് ചെയ്യരുത്? അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത്. കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അപ്പോൾ ഈ അവാർഡുകളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ പറഞ്ഞു, നമ്മൾ ഓസ്കാർ അവാർഡിലെ പ്രധാനപ്പെട്ട ഏരിയാസ് ആണ് പറഞ്ഞത്. അത് കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെക്കുക. നമ്മൾ പ്രധാനമായിട്ടും മികച്ച ചിത്രം, അതുപോലെ മികച്ച നടൻ, മികച്ച നടി, മികച്ച സംവിധായകൻ, അന്താരാഷ്ട്ര ചിത്രം, ഇതൊക്കെ കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെക്കുക. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. നമുക്ക് ഈ ഭാഗത്ത് നിന്നും ക്വസ്റ്റ്യൻ എന്തായാലും പ്രതീക്ഷിക്കാം. അപ്പൊ നല്ല രീതിയിൽ തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. കുറെ അവാർഡുകളൊക്കെ പ്രഖ്യാപിച്ച ഒരു ടൈമാണ്. അപ്പോൾ അവാർഡ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കൃത്യമായിട്ട് തന്നെ പഠിക്കുക. അപ്പൊ നമ്മൾ പ്രധാനപ്പെട്ട എല്ലാ അവാർഡ്സും ഈ സെഷനിൽ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ എല്ലാം കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെക്കുക. നമുക്ക് ഇനി ഒരുപാട് എക്സാമുകൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ഓസ്കാർ അവാർഡ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. നല്ല രീതിയിൽ തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. ഒന്നുകൂടെ ഓർമ്മിപ്പിക്കട്ടെ, നമ്മുടെ CCയിൽ ബിഗ് ഡേ ഓഫർ നടക്കുകയാണ്. അപ്പൊ വേഗം തന്നെ ഏതെങ്കിലുമൊക്കെ കോഴ്സിന് ജോയിൻ ചെയ്യണം എന്നൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്യുക. എല്ലാ കോഴ്സുകൾക്കും നല്ല ഓഫർ ഉള്ള സമയമാണ്. അപ്പൊ വേഗം തന്നെ കോഴ്സിന് ജോയിൻ ചെയ്യുക. കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഓർമ്മിപ്പിക്കട്ടെ, നല്ല രീതിയിൽ തന്നെ പഠിക്കുക. നമ്മുടെ ഡിഗ്രി പ്രിലിംസ് ഒക്കെ അടുത്ത് വരാറായി. ഇനി സമയം നഷ്ടപ്പെടുത്തരുത്. നമുക്ക് കറണ്ട് അഫയേഴ്സ് ഒക്കെ ഓരോ സെഷനിലും നല്ല രീതിയിൽ തന്നെ പഠിച്ച് മുന്നോട്ട് പോകാം കേട്ടോ. അപ്പോൾ മറ്റൊരു സെഷനുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.